എന്തൊരു ഉഷ്ണമായിരുന്നു ഈ വേനലവധിക്ക്. ഒരു മഴയ്ക്ക് വേണ്ടി നാം കൊതിച്ചു, പ്രാർത്ഥിച്ചു, സ്വപ്നം കണ്ടു. നമുക്കിത്രയധികം പ്രയാസമുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും മിണ്ടാപ്രാണികളുടെ അവസ്ഥ? ചെറുകിളികളും മറ്റ് ജീവജാലങ്ങളും എത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും. പറമ്പിലെ ചെടികളും വൃക്ഷങ്ങളുമൊക്കെ ജലം കിട്ടാതെ ഇങ്ങനെ വാടി വരണ്ട് കിടക്കുന്നത് കാണുമ്പോൾ മനസ്സിനൊരു നൊമ്പരം. പ്രകൃതി മുഴുവൻ ഇങ്ങനെ വരൾച്ചയിലാകുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ചിന്ത ഈ പരിസ്ഥിതിയോടുള്ള പ്രതിജ്ഞാബദ്ധത തന്നെയാണ്. എങ്ങനെ ഈ നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഹരിതാഭ, നമുക്ക് ചുറ്റുമുള്ള ഈ അന്തരീക്ഷത്തിൻ്റെ മനോഹാരിത സംരക്ഷിക്കാനാകും? ഭൂമിയോട് നാം കാരുണ്യം കാട്ടിയില്ലെങ്കിൽ, പരിസ്ഥിതിയെ നാം സ്നേഹിച്ചില്ലെങ്കിൽ, പരിസ്ഥിതി പ്രതികൂലമായ അവസ്ഥയിലേക്ക് മാറിപ്പോകും. കണ്ണൂരിൽ പ്രവർത്തിച്ചിരുന്ന കല്ലേൻ പൊക്കുടൻ എന്ന പരിസ്ഥിതി പ്രവർത്തകൻ്റെ ഒരു പുസ്തകമാണ് കറുപ്പ്, ചുവപ്പ്, പച്ച. അതിൽ അദ്ദേഹം പറയുക, വേനൽക്കാലത്ത് കുടിവെള്ളമില്ല, അത് കഴിഞ്ഞ പിന്നെ ഭയങ്കര മഴയായി, മഴ പെയ്യാൻ തുടങ്ങിയാൽ ഉരുളുപൊട്ടലായി. എത്ര ആളുകളാണ് ഈ ഉരുളുപൊട്ടൽ കൊണ്ട് മരിച്ചു പോകുന്നത്? ഉരുളുപൊട്ടൽ എന്ന് പറഞ്ഞാൽ അത് കരൾ പൊട്ടലാണ്, ഭൂമിയുടെ കരൾ പൊട്ടൽ. നമ്മുടെ പ്രതിജ്ഞാബദ്ധതയോടുള്ള പ്രവർത്തനമില്ലെങ്കിൽ ഭൂമിയുടെ കരൾ പൊട്ടും. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ദൗത്യം നമുക്കുണ്ടാകേണ്ടത്. പ്രപഞ്ചത്തിൽ ഉള്ള ഓരോ സ്പന്ദനവും തീർച്ചയായും സൃഷ്ടാവിൻ്റെ സ്പന്ദനം കൂടെയാണ്. ആ സൃഷ്ടാവിൻ്റെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രതിഫലനം പ്രപഞ്ചത്തിൽ നമുക്കെന്നും കാണാനാകും. ഹരിതം എന്ന സെബാസ്റ്റ്യൻ തോബിയാസിൻ്റെ പുസ്തകത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ വിവരണങ്ങൾ കൊടുത്തുകൊണ്ട് പറയുക, അടയിരിക്കുന്ന പെൺകിളിയുടെ മുകളിലത്തെ ശിഖരത്തിൽ നിന്ന് ആൺകിളി പാടിയിരുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, നോക്കുക, ഈ പെൺകിളി ഈറ്റുനോവ് അനുഭവിക്കുമ്പോൾ ദൈവം ഒരു ആൺകിളിയായി പറന്നു വന്ന് പെൺകിളിയുടെ വേദന അകറ്റുവാൻ പാട്ടുപാടുന്നു. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ ഓരോ സ്പന്ദനവും, നൊമ്പരത്തിൻ്റെ ഓരോ കണികയും തിരിച്ചറിയുന്ന പരിപാലകനാണ് നമ്മുടെ ദൈവം. ഈ പുസ്തകത്തിൽ തന്നെ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നിന്നും വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം വിവരിക്കുന്നുണ്ട്. വെള്ളം കുടിച്ച് തലയുയർത്തുന്ന പറവകളെ ഫ്രാൻസിസ് അസീസി കണ്ടപ്പോൾ പറഞ്ഞു, നോക്കുക, ഓരോ ഇറക്കുജലത്തിനും ആകാശങ്ങളിലേക്ക് ശിരസ്സുയർത്തി അവ ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ ഇറക്കുജലവും അവർ സ്വീകരിക്കുമ്പോൾ ആകാശങ്ങളിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി പറയുകയാണ് പറവകൾ. പ്രപഞ്ചത്തിൽ സ്പന്ദിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ തിരിച്ചറിയുകയും
ആ ദൈവത്തിന് സദാ നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ് നമുക്ക് ചുറ്റുമുള്ള മിണ്ടാപ്രാണികൾ, പക്ഷികൾ, മൃഗങ്ങളുമെല്ലാം. ഇതിൽ നിന്ന് നമുക്കും പാഠം പഠിക്കാനുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോ സി എന്ന ഈ ചാക്രിക ലേഖനം തീർച്ചയായും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്കും വിചിന്തനത്തിനും വേണ്ടിയുള്ള ഒരു ക്ഷണം കൂടെയാണ്. നമ്മുടെ പൊതുഭവനത്തെക്കുറിച്ചുള്ള കരുതലിനെ സംബന്ധിച്ചാണ് ഈ ലോക നേതാവ് ഇതിൽ ആകുലപ്പെടുന്നതും അപേക്ഷിക്കുന്നതും. ലൗദാത്തോ സി, അങ്ങേക്ക് സ്തുതി എന്ന ഈ ചാക്രിക ലേഖനത്തിൻ്റെ, ഈ പ്രബോധന രേഖയുടെ 13-ാം ഖണ്ഡികയിൽ ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്യുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ പൊതുഭവനത്തെ സംരക്ഷിക്കുന്നതിനുള്ള അടിയന്തരമായ വെല്ലുവിളി, സുസ്ഥിരവും സമഗ്രവുമായ ഒരു വികസനം തേടുന്നതിന് മനുഷ്യകുടുംബത്തെ ആകെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിനുള്ള ഒരു ഔത്സുക്യം അടങ്ങുന്നതാണ്. തുടർന്നും അദ്ദേഹം എഴുതുന്നു: നമ്മുടെ പൊതുഭവനം കെട്ടിപ്പടുക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവ് മനുഷ്യരാശിക്ക് ഇപ്പോഴുമുണ്ട്. പാരിസ്ഥിതിക തകർച്ച ലോകത്തിലെ ഏറ്റവും ദരിദ്രരുടെ ജീവിതങ്ങളുടെ മേൽ വരുത്തുന്ന ദാരുണ പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുന്നതിന് അക്ഷീണം പരിശ്രമിക്കുന്നവരെ പ്രത്യേകം അഭിനന്ദിക്കുവാനും പാപ്പ ഈ പ്രബോധന രേഖയിൽ മറക്കുന്നില്ല. പ്രത്യേകിച്ച് ഈ ഉപഭോക്ത സംസ്കാരം ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ വളർന്നു വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ, നമുക്ക് ചുറ്റുമുള്ള പരിസ്ഥിതിയെ, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നാം പ്രത്യേകമായി കൈകോർക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു പറയുന്നു. അദ്ദേഹം പറയുന്നു, ഈ പ്രബോധന രേഖയുടെ 23-ാം ഖണ്ഡികയിൽ മണ്ണിൻ്റെ ഉപയോഗങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ വർധന, മുഖ്യമായി കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വന നശീകരണം, ഉഷ്ണമേഖലകളിൽ കുടിവെള്ളം, ഊർജം, കാർഷികോൽപാദനം തുടങ്ങിയ അവശ്യ വിഭവങ്ങളുടെ ലഭ്യതയെ ബാധിക്കുകയും ഭൂമിയിലെ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു പങ്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വിധത്തിൽ സ്ഥിതിവിശേഷം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു വിഷമവൃത്തം അത് സൃഷ്ടിക്കുന്നു. അങ്ങനെ ഈ വനനശീകരണവും കാർഷിക ഉൽപാദനത്തിനും മറ്റ് അവശ്യ വിഭവങ്ങളുടെ ലഭ്യതയ്ക്കും വേണ്ടി പ്രപഞ്ചത്തിലെ ജൈവ വൈവിധ്യം നശിപ്പിക്കലുമൊക്കെ ഈ പരിസ്ഥിതിയെ വൈപരീതമായി ബാധിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകത്തക്ക വിധം ഈ നൂറ്റാണ്ട് അസാധാരണമായ കാലാവസ്ഥ വ്യതിയാനത്തിനും പരിസ്ഥിതി വ്യവസ്ഥകളുടെ അഭൂതപൂർണമായ നാശത്തിനും സാക്ഷ്യം വഹിക്കും എന്ന് മാർപ്പാപ്പ പ്രത്യേകമായി വിവരിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം പാരിസ്ഥിതികവും സാമൂഹികവുമായ സാമ്പത്തികവും രാഷ്ട്രീയവും വസ്തുക്കളുടെ വിതരണം സംബന്ധിച്ചുള്ളതുമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കാലത്ത് മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന മുഖ്യ വെല്ലുവിളികളിൽ ഒന്നിനെ പ്രതിനിധാനം ചെയ്യുന്നു. വരും ദശകങ്ങളിൽ ഒരുപക്ഷെ വികസ്വര രാജ്യങ്ങളായിരിക്കും അതിൻ്റെ ഏറ്റവും മോശമായ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുക. താപനവുമായി ബന്ധപ്പെട്ട പ്രതിഭാസങ്ങൾ ബാധിച്ച പ്രദേശങ്ങളിലൊന്നാണ് ദരിദ്രരിൽ ഏറെയും ജീവിക്കുന്നത്. ഈ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നാം കൂടുതൽ അനുഭവിക്കുകയാണ്. സഹിക്കാനാവാത്ത ഉഷ്ണം,
ഓരോ വർഷവും തോറും ലഭിച്ചുകൊണ്ടിരുന്ന മഴ നമുക്ക് ലഭിക്കാത്ത അവസ്ഥ, ഭൂഗർഭത്തിലെ ജലം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അന്തരീക്ഷം കൂടുതലായി മലിനമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നാം ജീവിക്കുന്ന ഈ സുന്ദരമായ പ്രപഞ്ചം ജീവിതവ്യമല്ലാത്ത വിധത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന് പ്രതിവിധി? അങ്ങേക്ക് സ്തുതി ലൗദാത്തോ സി എന്ന ഈ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുക, ഭൂമിക്കുമേൽ മനുഷ്യന് കൈകാര്യകർത്തൃത്വം നൽകുന്ന ഉൽപ്പത്തി വിവരണത്തിലേക്ക് നാം തിരിച്ചു ചെല്ലണം. ഈ പ്രപഞ്ചവും ഇതിലുള്ള സമസ്തവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് നാം തിരിച്ചറിയണം. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകമായി നമ്മോട് പറയുകയാണ്. ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിൽ ചുറ്റുമുള്ള പരിസ്ഥിതി സംരക്ഷിക്കുവാനും ഈ പ്രപഞ്ചത്തെ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണെന്ന് അതിൻ്റെ സംരക്ഷണം മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുവാനും നമുക്ക് ഇടയാകണം. പ്രത്യേകിച്ച് നമുക്ക് ചുറ്റുമുള്ള ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുവാനും പുഴയും നദികളുമെല്ലാം അതിലെ ജലം മോശമാക്കാതിരിക്കുവാനുമുള്ള പ്രത്യേകമായ ഒരു കരുതൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. കണ്ടൽ കാടുകളുടെ ഇടയിൽ എൻ്റെ ജീവിതം എന്ന കല്ലേൻ പൊക്കുടൻ്റെ പ്രകൃതിയുടെ പ്രത്യയശാസ്ത്രമായ ഈ ആത്മകഥയിൽ അദ്ദേഹം പ്രത്യേകമായി പറയുക, എല്ലാ മാലിന്യവും തള്ളാനുള്ള കുപ്പത്തൊട്ടിയാണ് നമുക്ക് പുഴ. പല മീനുകളും രോഗം വന്ന് ദിവസേന ചത്തുപൊങ്ങുന്നു. ഇതാരോട് പറയുവാനാണ്? തീർച്ചയായും പുഴകളും നദികളും സമുദ്രവുമെല്ലാം സംരക്ഷിക്കേണ്ട, അതിലുള്ള ജലം ശുദ്ധമായി സംരക്ഷിക്കേണ്ട കടമ മനുഷ്യൻ്റേതാണ്. കല്ലേൻ പൊക്കുടൻ പറയുന്നത് പോലെ എല്ലാ മാലിന്യങ്ങളും തള്ളാനുള്ള കുപ്പത്തൊട്ടിയായി അല്ല നമുക്ക് പുഴ. നമുക്കിഷ്ടമുള്ള വിധത്തിൽ പരിസരത്തിലേക്ക് നമ്മുടെ ഉച്ഛിഷ്ടങ്ങളും അവശിഷ്ടങ്ങളുമെല്ലാം വലിച്ചെറിയുവാനുള്ള പ്രവണത നമ്മിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് ഒരു പുതിയ ജീവിത ശൈലി നമ്മിൽ സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ പച്ചയായ പുൽത്തകിടിയിലേക്ക് എന്ന പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള നയരേഖയും പ്രവർത്തന പദ്ധതിയും ഇത്തരണത്തിലേറെ ശ്രദ്ധേയമാണ്. അവിടെയും സൃഷ്ടാവിനോടുള്ള നമ്മുടെ സമർപ്പണത്തിൽ അടിസ്ഥാനപ്പെട്ട പ്രപഞ്ച വീക്ഷണം നാം കെട്ടിപ്പടുക്കണമെന്ന് പ്രത്യേകമായി എടുത്തു പറയുകയാണ്. ഈ പ്രബോധന രേഖയുടെ 4-ാം അധ്യായത്തിൽ പറയുക, പ്രകൃതിയെക്കുറിച്ച് ബൈബിളിലെ അടിസ്ഥാന സങ്കല്പം പ്രകൃതി ദൈവം സൃഷ്ടിച്ചതാണെന്നും അതിനാൽ തന്നെ അത് നല്ലതുമാണ് എന്നാണ്. താൻ സൃഷ്ടിച്ചവയെ ദൈവം നോക്കി എല്ലാം നല്ലതാണെന്ന് അവൻ കണ്ടു. അങ്ങനെ സുന്ദരമായ നല്ലതായ ഒരു പ്രപഞ്ചമാണ്, സൃഷ്ടപ്രപഞ്ചമാണ് നമുക്ക് ദൈവം ഏൽപ്പിച്ച് തന്നിരിക്കുന്നത്. അത് സംരക്ഷിക്കാതിരുന്നാൽ തീർച്ചയായും ആ സൃഷ്ടാവിനോടുള്ള നമ്മുടെ ദൗത്യം നാം വിസ്മരിക്കുകയാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുണ്ടാകേണ്ട ഏറ്റവും സുന്ദരമായ ബന്ധം ദൈവത്തിൻ്റെ പ്രതിനിധിയായി ഉത്തരവാദിത്വ ബോധത്തോടു കൂടെ കാര്യസ്ഥത നിർവഹിക്കുന്നു, സ്റ്റുവർഡ്ഷിപ്പ് എന്നതാണ് എന്ന് ഈ രേഖ പ്രത്യേകമായി വ്യക്തമാക്കുന്നു. മണ്ണിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ് മനുഷ്യനെ പറ്റി പറയുക. മണ്ണുമായുള്ള ആ ബന്ധം അത് സൃഷ്ടാവിൻ്റെ സങ്കല്പത്തിൻ്റെ ഒരു ഭാഗമാണ്. മണ്ണിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ടവൻ ഈ മണ്ണിനെയും ഈ പ്രപഞ്ചത്തെയും സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ തുടക്കവും ഒടുക്കവും ഈ മണ്ണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. ഭൂമിയെ ദേവാലയം പോലെ കണക്കാക്കുവാൻ തുടങ്ങുമ്പോൾ ഭൂമിയിൽ മനുഷ്യൻ ദേവാലയ ശുശ്രൂഷികളെ പോലെ വ്യാപരിക്കും എന്നും കേരള കത്തോലിക്ക സഭയുടെ ഈ പ്രബോധന രേഖ നമ്മെ ഓർപ്പിക്കുകയാണ്.
ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം വസിക്കുന്ന, ദൈവത്തിൻ്റെ സ്പന്ദനം തിരിച്ചറിയുന്ന ഒരു ദേവാലയമാണെങ്കിൽ, ഇവിടെ വസിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി, ഈ ദേവാലയത്തിൻ്റെ ആരാധകരായി പരിണമിക്കണം. പ്രപഞ്ചം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ആ അവബോധം നമ്മിലേക്ക് രണ്ട് പ്രത്യേകമായ അർത്ഥമാണ് നാം കൊണ്ടുവരുന്നത് എന്നും ഈ മാർഗരേഖ നമ്മെ ഓർപ്പിക്കുകയാണ്. ഒന്ന്, മനുഷ്യൻ പ്രപഞ്ച വസ്തുക്കളുടെ ആത്യന്തിക ഉടമകളല്ല. ഇത് നമ്മുടെ സ്വന്തമല്ല, നമ്മെ പരിപാലിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രപഞ്ചം നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തമല്ലാത്തതുകൊണ്ട്, ഇത് കാത്ത് സംരക്ഷിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ ഉപയോഗിക്കേണ്ടത് ഭൂമിയെ തന്നിഷ്ടം പോലെ ഉപയോഗിക്കുവാനുള്ളതല്ല, സൃഷ്ടാവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്ന വിധത്തിൽ അതിനെ സംരക്ഷിക്കേണ്ടുകയും കൂടുതൽ മനോഹരമാക്കുകയും ചെയ്യേണ്ടതാണെന്ന് ഈ മാർഗരേഖ ഓർപ്പിക്കുകയാണ്. രണ്ടാമതായി, പ്രകൃതി എന്ന ദൈവദാനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൗത്യം കൂടെ നൽകുന്നു. അതിനെ അധ്വാനിച്ച് സംരക്ഷിക്കുവാനും അത് അടുത്ത തലമുറയ്ക്ക് കൂടുതൽ മനോഹരമായ വിധത്തിൽ കൈമാറുവാനും വേണ്ടിയുള്ള ഉത്തരവാദിത്വം. പ്രബോധന ഈ മാർഗരേഖ പച്ചയായ പുൽത്തകിടിയിലേക്ക് എന്ന കേരള മെത്രാൻ സമിതിയുടെ ഈ മാർഗരേഖ നമ്മോട് പറയുക, പരിസ്ഥിതി സംരക്ഷണം ആത്യന്തികമായി ഒരു ജീവിത ശൈലിയാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു ജീവിത ശൈലിയായി മാറിയാലേ ഈ പരിസ്ഥിതി സംരക്ഷണത്തിന് യഥാർത്ഥമായ ഫലമണിയൂ എന്നും ഈ മാർഗരേഖ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം, താമസം, യാത്ര, ഊർജവിനിയോഗം, വിനോദശീലങ്ങൾ ഇതെല്ലാം പ്രപഞ്ചത്തെ, ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുനഃക്രമീകരിക്കണമെന്ന് കൂടെ മാർഗരേഖ ഓർപ്പിക്കുകയാണ്. എങ്കിൽ മാത്രമാണ് ഈ പ്രകൃതി സംരക്ഷണം ചലനാത്മകമാവുകയുള്ളൂ, ഫലപ്രദമായി മാറുകയുള്ളൂ. അപ്രകാരം ഈ ഒരു പ്രതിജ്ഞാബദ്ധതയോടുകൂടെ നാം ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് നമുക്കൊരു ദൗത്യമാണ് നൽകുക, കൂടുതൽ മനോഹരമാക്കി അടുത്ത തലമുറയ്ക്ക് കൈമാറുവാൻ. ഹരിതം പ്രകൃതി, മഹിതം ദൈവദാനം എന്ന പരിസ്ഥിതി സംരക്ഷണത്തിനെ പറ്റിയുള്ള വരാപ്പുഴ അതിരൂപത എന്നുള്ള ഈ ഒരു മാർഗരേഖയും ഇത്തരണത്തിൽ കൂടുതൽ ശ്രദ്ധേയമാണ്. വളരെ പ്രായോഗികമായ ചില പരിസ്ഥിതി ദർശനത്തിൽ അടങ്ങിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഹരിതം പ്രകൃതി മഹിതം ദൈവദാനം എന്ന ഈ ചെറിയ പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന്, സൃഷ്ടികർമ്മത്തിലൂടെ പ്രപഞ്ചത്തെ നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ കരവേലയിൽ വിസ്മയിക്കുകയും സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതാണ് സഭയുടെ പരിസ്ഥിതി ദർശനം. അങ്ങനെ ഈ പരിസ്ഥിതി ബോധം നമ്മുടെ ആധ്യാത്മികതയുടെ ഒരു ഭാഗമാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ഹരിത ആധ്യാത്മികതയും പ്രകൃതി സംരക്ഷണവും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും വിഷയമാക്കുവാൻ ഈ മാർഗരേഖ നമ്മെ ക്ഷണിക്കുകയാണ്. പ്രകൃതി വിഭവങ്ങളുടെ നിയന്ത്രിത ഉപയോഗങ്ങളെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും നിയന്ത്രിതമായ ഉപയോഗം ശീലിക്കുക എന്ന് ഈ മാർഗരേഖ ഓർമ്മിപ്പിക്കുന്നു. എനിക്കറിയാവുന്ന കണ്ണൂർ രൂപതയുടെ കീഴിലുള്ള പീലാത്ര സെയിൻറ്റ് ജോസഫ് കോളേജിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഇടയിൽ ഈ ഊർജ്ജ സംരക്ഷണത്തിനു വേണ്ടി അവർ ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, ആൻ ഐ ഓൺ ദ സ്വിച്ച്, എ ഹാൻഡ് ഓൺ ദ ടാപ്പ് എന്ന്. എപ്പോഴും ആവശ്യമില്ലാതെ കത്തുന്ന ആ വിളക്കുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കണ്ണുകൾ എപ്പോഴും ആ സ്വിച്ചിലേക്ക് പോകണം. എ ഹാൻഡ് ഓൺ ദ ടാപ്പ്, നമുക്ക് മുഖം കഴുകുമ്പോഴും മറ്റും ഒരു കൈ ടാപ്പിൽ വെച്ച് ആവശ്യമുള്ളപ്പോൾ മാത്രം തുറക്കുക, അല്ലാത്ത സമയത്ത് ജലം സംരക്ഷിക്കുന്ന വിധത്തിൽ അത് ടാപ്പ് അടച്ചു വയ്ക്കുക. an eye on the switch and a hand on the tap. അങ്ങനെ വൈദ്യുതി സംരക്ഷിക്കുവാനും
വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുവാനും അതേപോലെ തന്നെ ജലം ആവശ്യമില്ലാതെ അത് ഉപയോഗശൂന്യമാക്കി കളയാതിരിക്കുവാനും നാം പരിശ്രമിക്കണം. അതേപോലെ തന്നെ ഭവനങ്ങളിലും മറ്റും മഴവെള്ള സംഭരണികൾ നിർമ്മിക്കുകയും പ്രാദേശിക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. സൗരോർജം ഉപയോഗിക്കുന്ന വിളക്കുകളും വാട്ടർ ഹീറ്ററുകളും മറ്റും നാം ഉപയോഗിക്കുക. അങ്ങനെ സൗരോർജം ഉപയോഗിക്കുവാൻ നമുക്ക് സാധ്യതമെങ്കിൽ അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റും പാചകവാതകം ഉപയോഗിക്കുന്ന സ്റ്റൗവുമൊക്കെ കഴിയുന്നിടത്തോളം ഉപയോഗിക്കുക. മാലിന്യ സംസ്കരണത്തെപ്പറ്റി ഈ മാർഗരേഖ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. വീടുകളിൽ തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്. ഓരോ ഭവനത്തിലും ഉള്ള ഈ മാലിന്യങ്ങൾ അലക്ഷ്യമായി തൊട്ടടുത്തുള്ള നിരത്തിലോ അല്ലെങ്കിൽ പുറത്തേക്കോ ഒക്കെ വലിച്ചെറിയുന്നത് പരിസ്ഥിതി സംരക്ഷണമല്ല. അത് ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുവാനുള്ള ഒരു തീരുമാനമുണ്ടാകണം. ഓരോ ഭവനത്തിലും മാലിന്യങ്ങൾ സംസ്കരിക്കുകയും അത് കമ്പോസ്റ്റായി പരിണമിക്കുകയും ചെയ്താൽ അത് വീണ്ടും വളമായി മാറുന്നു. പുഴകൾ, കായലുകൾ എന്നിവ നശിപ്പിക്കുന്ന മലിനീകരണത്തിനെതിരെ ജാഗ്രത പ്രകടിപ്പിക്കണമെന്നും ഈ മാർഗരേഖ നമ്മെ ഓർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണം നമ്മുടെ പ്രവർത്തന ശൈലിയായി മാറണം. കൂടാതെ ശബ്ദ മലിനീകരണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുപരിപാടികളിൽ സംബന്ധിക്കുന്നവരുടെ ആവശ്യത്തിന് ഉതകുന്ന വിധത്തിൽ മാത്രം ശബ്ദം, അതിൻ്റെ വോളിയം കാത്തു സൂക്ഷിക്കുക. പലപ്പോഴും നാം കേൾക്കുന്ന സംഗീതം കാതടപ്പിക്കുന്ന, ഒരു വിധത്തിലും പലപ്പോഴും അരോചകമായിട്ടുള്ള സ്വരത്തിലാണ് വയ്ക്കുക. ശബ്ദ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. നാം കേൾക്കുന്ന ഗാനങ്ങൾ അത് മനസ്സിനെ ആശ്വസിപ്പിക്കുന്നതും ഹൃദയത്തെ ത്രസിപ്പിക്കുന്നതുമാകണം, പക്ഷേ കാതടപ്പിക്കുന്ന വിധത്തിലാകരുത്. അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ പാരിസ്ഥിതിക അനുകൂലമായിട്ടുള്ള മനോഭാവം എന്നും കാത്തുസൂക്ഷിക്കുവാനും സാധ്യമാകുന്ന സ്ഥലങ്ങളിൽ, ഉള്ള പരിമിതമായ സ്ഥലങ്ങളിലാണെങ്കിലും വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ പച്ചക്കറി, ഔഷധച്ചെടി തോട്ടം, ടെറസിലെ കൃഷി എന്നിവ പ്രോത്സാഹിപ്പിക്കുക. അനാരോഗ്യപരമായ ഭക്ഷണ പാചകശീലങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കുകയും ചെയ്യുക. അങ്ങനെ ഈ പ്രപഞ്ചത്തെ എന്നും സംരക്ഷിക്കുവാനും ദൈവം നൽകിയിട്ടുള്ള ഈ സുന്ദരമായ പരിസ്ഥിതിയെ കൂടുതൽ ഹരിതാഭമായി, കൂടുതൽ മനോഹരമായി അടുത്ത തലമുറയ്ക്ക് കൈമാറുവാനും വേണ്ടിയുള്ള പ്രതിജ്ഞാബദ്ധത നമ്മിൽ ഉണ്ടാകണം. ഭൂമി പാഠങ്ങൾ എന്ന ഡോക്ടർ ഹെലൻ MP-യുടെ പുസ്തകത്തിന് ആമുഖം എഴുതിയിട്ടുള്ളത് അനുഗ്രഹീത പ്രഭാഷകനും എഴുത്തുകാരനുമൊക്കെയായ ബോബി ജോസ് അച്ഛനാണ്. അതിൻ്റെ ആ അവതാരികയുടെ അവസാനത്തിൽ അദ്ദേഹം ഇപ്രകാരം ഒരു വിവരണം കൊടുക്കുന്നുണ്ട്. കാട് കത്തി അമരുകയാണ്. വൻമരങ്ങൾ തൊട്ട് തൊട്ടവാടികൾ വരെ ചാരമാക്കി തീയാളി പടരുന്നു. തീജ്വാലകൾ വകവയ്ക്കാതെ തൊട്ടടുത്ത തടാകത്തിൽ നിന്ന് ഒരു ചെറുകിളി തൻ്റെ ചെറുകൊക്കിൽ വെള്ളമെടുത്ത് തീയണക്കുവാൻ പരിശ്രമിക്കുകയാണ്. കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന ഒരു സിംഹം ഈ ചെറുകിളിയെ പരിഹസിച്ച് പറയുന്നു, വെള്ളം കൊണ്ട്, ഈ ചെറിയ കൊക്കിലെ വെള്ളം കൊണ്ട് കാട്ടുതീ അണയ്ക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിഡ്ഢിയല്ലേ നീ എന്ന്. ഈ ചെറുകിളി സിംഹരാജാവിനോട് മറുപടി പറഞ്ഞു, ഉവ്, ഞാൻ ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, നീ എന്തു ചെയ്യുന്നു എന്ന്. ഇത് നമ്മുടെ മുൻപിൽ ഒരു ചോദ്യം നൽകുകയാണ്. ഞാൻ ഈ പ്രപഞ്ചത്തെ, സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകിയ, ദാനമായി നൽകിയ ഈ സൃഷ്ടപ്രപഞ്ചത്തെ കാത്തു സംരക്ഷിക്കുവാൻ എന്തു ചെയ്യുന്നു? നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാൻ, ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയെ എന്നും ഹരിതാഭമായി
കാത്തുകൊള്ളുവാൻ. അങ്ങേക്ക് സ്തുതി ലൗദാത്തോ സി എന്ന ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ ഭൂമിക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന ഫ്രാൻസിസ് മാർപ്പാപ്പ കൊടുത്തിട്ടുണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് പ്രപഞ്ചത്തിനു വേണ്ടിയുള്ള, പരിസ്ഥിതി സംരക്ഷണത്തിനു വേണ്ടിയുള്ള ഈ വിചിന്തനം നമുക്ക് ഉപസംഹരിക്കാം. സർവശക്തനായ ദൈവമേ, വിശ്വം മുഴുവനിലും അവിടുത്തെ സൃഷ്ടികളിൽ ഏറ്റവും ചെറിയവയിലും അവിടുന്ന് സന്നിഹിതനാണ്. അസ്തിത്വമുള്ള സകലത്തിനെയും അവിടുന്ന് ആശ്ലേഷിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അങ്ങനെ ഞങ്ങൾ ജീവനും സൗന്ദര്യവും സംരക്ഷിക്കട്ടെ. സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആരെയും ദ്രോഹിക്കാതെ സഹോദരീ സഹോദരന്മാരായി ഞങ്ങൾ ജീവിക്കട്ടെ. ഓ ദരിദ്രരുടെ ദൈവമേ, അവിടുത്തെ സൃഷ്ടിയിൽ ഏറ്റവും അമൂല്യരായ ഈ ഭൂമിയിലെ ഉപേക്ഷിക്കപ്പെട്ടവരെയും വിസ്മൃതരെയും രക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ സുഖപ്പെടുത്തണമേ. മലിനീകരണത്തിനും നാശത്തിനും പകരം ഞങ്ങൾ സൗന്ദര്യം വിതയ്ക്കട്ടെ. ദരിദ്രരുടെയും ഭൂമിയുടെയും ചെലവിൽ നേട്ടം മാത്രം നോക്കുന്നവരുടെ ഹൃദയങ്ങളെ അങ്ങ് സ്പർശിക്കണമേ. ഓരോ വസ്തുവിൻ്റെയും മൂല്യം കണ്ടെത്തുവാൻ, വിസ്മയവും അനുധ്യാനവും കൊണ്ട് നിറയുവാൻ, അവിടുത്തെ അനന്തപ്രകാശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഓരോ സൃഷ്ടിയുമായും അഗാധമായി ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ഓരോ ദിവസവും ഞങ്ങളോടൊത്തായിരിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നീതിക്കും സ്നേഹത്തിനും സമാധാനത്തിനുമായുള്ള സമരത്തിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവം നൽകിയിട്ടുള്ള ഈ പ്രപഞ്ചത്തെ നമുക്ക് സംരക്ഷിക്കാം. കൂടുതൽ ഹരിതാഭമാക്കുവാൻ, മനോഹരമാക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവമേ, അങ്ങേക്ക് സ്തുതി.